നൂറുകണക്കിന് മൈൽ അകലെയുള്ള ആ ഇറാനിൽ നിന്നും തൊടുത്തുവിടുന്ന ഒരു മിസൈൽ ഇസ്രായേലിൽ വന്ന് പതിക്കണമെന്നുണ്ടെങ്കിൽ അതിലുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി. നോക്കൂ, ഇറാനിൽ നിന്നും ഒരു മിസൈൽ തൊടുത്തുവിട്ട് അത് ഇസ്രായേലിലേക്ക് വന്ന് പതിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല. ഇറാനിൽ നിന്നും മിസൈൽ തൊടുത്തുവിടുന്ന സമയത്ത് ആദ്യം പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇറാഖിലുള്ള അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റമാണ്. ആ ഡിഫൻസ് സിസ്റ്റത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ പിന്നീട് കടന്നു വരുന്നത് സിറിയയിലേക്കും ജോർദാനിലുമൊക്കെയാണ്. എന്നാൽ സിറിയയിലേക്ക് വരുന്ന ആ മിസൈലുകളെ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ കണ്ടുപിടിക്കുകയും പിന്നീട് സിറിയയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം ജോർദാനിലും സ്ഥാപിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് വരുന്ന ആ ഇറാന്റെ മിസൈലുകളെ പിന്നീട് തടുക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ പടക്കപ്പലുകളാണ്. മെഡിറ്ററേനിയൻ കടലിൽ അവിടെ നങ്കൂരമിട്ടിട്ടുള്ള അമേരിക്കൻ പടക്കപ്പലുകൾ ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഇതിനെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ആ ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒരു മിസൈൽ വന്ന് പതിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ 5 ലെയർ ഡിഫൻസ് സിസ്റ്റത്തെ മറികടക്കേണ്ടതുണ്ട്. ആരോ മിസൈൽ സിസ്റ്റം, താഡ് സിസ്റ്റം, പേട്രിയറ്റ് സിസ്റ്റം, ഡേവിഡ് സ്ലിംഗ്, അങ്ങനെ അവസാനം അയൺ ഡോം. അങ്ങനെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും ഇറാൻ തൊടുത്തുവിടുന്ന ആ മിസൈലുകൾ ഇത്രയധികം പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് അതിൽ ഒരു മിസൈലെങ്കിലും ആ ഇസ്രായേൽ നഗരത്തിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതാണ് ഇറാന്റെ മിസൈലിന്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ രാജ്യത്തെയാണ് ഇത്തരം ആളുകൾ നിസ്സാരം പോലെ കാണുന്നത്. നോക്കൂ, ഇറാന്റെ ശക്തി എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വർഷം ഇസ്രായേൽ തിരിച്ചറിഞ്ഞതാണ്. നെതന്യാഹു അതിന്റെ രുചി വ്യക്തമായി അറിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ഇറാൻ തൊടുത്തുവിട്ട ഓരോ മിസൈലുകളും ഇസ്രായേലിൽ വന്ന് പതിച്ചുകൊണ്ട് അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ ലോകം മുഴുവനും കണ്ടതാണ്. അത്രയും വർഷക്കാലം ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ അഹങ്കരിച്ച, തങ്ങളുടെ കൈവശം മാത്രം ഉള്ളൂ എന്ന് അഹങ്കരിച്ച അയൺ ഡോം എന്ന് പറയുന്ന സിസ്റ്റമൊക്കെ വെറും നോക്കുകുത്തിയായതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്.